റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ തേരോട്ടം തുടരുകയാണല്ലോ. 14 ദിവസത്തെ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ആൻഡ് കേരള കളക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാൽ ലോക എന്ന് പറയുന്ന ചിത്രത്തിന് ഇനി മറികടക്കാനുള്ള സിനിമകൾ ഏതൊക്കെ, അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താൻ ലോക എന്ന് പറയുന്ന ചിത്രത്തിന് ഇനി എത്ര കോടിയുടെ ആവശ്യമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമാ പട്ടികയിൽ 4ാം സ്ഥാനത്താണ് ലോക എന്ന് പറയുന്ന ചിത്രമുള്ളത്. 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ 4 സിനിമകൾ മാത്രമേ ഈ ഒരു ലിസ്റ്റിൽ ഉള്ളൂ. ലോകക്ക് ഇനി ആദ്യം തന്നെ മറികടക്കാനുള്ളത് ലാലേട്ടൻ്റെ ഈ വർഷം തന്നെ തിയേറ്ററിലെത്തിയ തുടരും എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷനാണ്. ആ ഒരു ചിത്രത്തിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഗൂഗിളിൽ കാണിക്കുന്നത് 237 കോടി സംതിങ് ആണ് ചിത്രത്തിൻ്റെ കളക്ഷൻ ഗൂഗിളിൽ കാണിക്കുന്നത്. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ആണ് 237 കോടി സംതിങ്. കേരളത്തിൽ നിന്ന് ഈ ഒരു ചിത്രം ഏകദേശം 120 കോടിക്കടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്ന് ഈ ഒരു സിനിമ നേടിയ കളക്ഷൻ ലോക എന്ന് പറയുന്ന ചിത്രത്തിന് കേരളത്തിൽ നിന്ന് നേടാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ഒരു കളക്ഷനാണ് തുടരും എന്ന് പറയുന്ന ചിത്രം കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത്. എന്നാൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്തായാലും തുടരും എന്ന് പറയുന്ന ചിത്രത്തിൻ്റേത് മറികടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. ഈ ഒരു വീക്കെൻഡോട് കൂടെ തന്നെ തുടരും എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ ലോകം മറികടന്നിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം തിയേറ്ററിൽ എത്തിയ മൂവിയാണ്. ആ ഒരു ചിത്രത്തിൻ്റെ കളക്ഷനായിട്ട് ഗൂഗിളിൽ കാണിക്കുന്നത് 241 കോടി സംതിങ് ആണ്. ആ ഒരു ചിത്രത്തെയും ഈ ഒരു വീക്കെൻഡോട് കൂടെ ലോക എന്ന് പറയുന്ന ചിത്രം മറികടന്നിരിക്കും. അതോടൊപ്പം തന്നെ ചിത്രത്തിന് കേരളത്തിൽ നിന്നും 72 കോടി കളക്ഷനാണ് നേടിയെടുക്കാൻ സാധിച്ചിരുന്നത്. അത് ഇന്നത്തേതോട് കൂടെ അല്ലെങ്കിൽ നാളത്തെ കളക്ഷനോട് കൂടെ ലോക ബ്രേക്ക് ചെയ്യും. എന്നാൽ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നത് ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രമാണ്. ആ ഒരു ചിത്രം ഈ ഒരു വർഷം തന്നെ തിയേറ്ററിലെത്തിയ മൂവിയാണ്. ആ ഒരു ചിത്രത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 265 കോടിയോളം രൂപയാണ്. ആ ഒരു ചിത്രത്തെ മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ചിത്രത്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. എമ്പുരാൻ കേരളത്തിൽ നിന്നും നേടിയ കളക്ഷനും എന്തായാലും ലോക എന്ന് പറയുന്ന ചിത്രം മറികടക്കും. എന്തായാലും 100 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്നും ലോക എന്ന് പറയുന്ന കളക്ഷൻ തൂക്കും. തുടരും എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും ഉറപ്പിച്ചിരിക്കുന്നു, ഇൻഡസ്ട്രി ഹിറ്റ് പട്ടം ലോക തൂക്കിയിരിക്കും. അത്തരത്തിലാണ് ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക്. ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കയ്യിൽ നിന്നും ലോക എന്ന് പറയുന്ന ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് പട്ടം അടിച്ചെടുത്താൽ അതൊരു ചരിത്രം തന്നെയാവും. ആദ്യമായിട്ടായിരിക്കാം സൗത്ത് ഇന്ത്യയിൽ ഒരു ലേഡി ചിത്രത്തിന് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് പട്ടെല്ലാം ലഭിക്കുന്നത്. കാത്തിരിക്കും ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ. ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.